നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഏറ്റവും വലിയ മനുഷ്യ പവർ ബാങ്കിനെയാണ് ഞങ്ങൾ അതിഥിയായി JB ജംഗ്ഷനിൽ കൊണ്ടുവരുന്നത്. ഗായിക, അവതാരക, നടി, മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം റിമി ടോമി. എന്തൊരു പ്രസരിപ്പറിമിക്കും ഇതൊക്കെ ആദ്യം പറയുന്നത് എനിക്കറിയാം. എന്തിലോട്ടോ ഉള്ള നമ്മളിങ്ങനെ ചില ഈ അമേരിക്കയിലൊക്കെ യൂണിവേഴ്സൽ സ്റ്റുഡിയോ ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിലെ എല്ലാ റൈഡുകളും ശ്രദ്ധിച്ചറിയാം. നമ്മളിങ്ങനെ ഇപ്പൊ ജുറാസിക് പാർക്ക് എന്നൊരു റൈഡ് ഉദാഹരണത്തിന് നമ്മളിങ്ങനെ പല പല കാഴ്ചകളൊക്കെ കാണിച്ച് സൈഡിൽ ഇങ്ങനെ ജുറാസിക് പാർക്ക് ഇങ്ങനെ വരുന്നു, പുഴയാണ്, നല്ല മഴയൊക്കെ പെയ്യ്ക്കുന്നു. അപ്പൊ അതൊക്കെ കഴിയുമ്പോൾ ജുറാസിക് പാർക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ കുത്തനെ ഉയർത്തും. അപ്പൊ നമ്മളിങ്ങനെ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കും. പിന്നെ പടേന്ന് പറഞ്ഞിട്ടൊരു ഇടിയിലുണ്ട്. ഇതല്ലേ റിമി സ്ഥിരമായിട്ട് ഈ ടെലിവിഷൻ സ്റ്റുഡിയോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം? അല്ല, ആ ഒരു സ്വന്തം കുറ്റം മറ്റുള്ളവരുടെ തലയെ അടിച്ചേൽപ്പിക്കാനുള്ള പരിപാടിയല്ലേ? വേറൊരു കാര്യമുണ്ട്. ഞാൻ ഇന്റർവ്യൂ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നു. പക്ഷെ ഞാൻ പുകഴ്ത്താറുണ്ട്. പക്ഷെ ഒരിക്കലും അവർക്ക് ഒരു രീതി പോലും എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഒരാൾ ഇത്തിരി വിഷമത്തോടെ പോയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സംശയമാണ്. അങ്ങനെ ഇല്ല. അതിനേക്കാളും വലിയ സങ്കടം എന്താ, ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ട് അവർക്കൊരു വിഷമം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവര് കരയുന്നേക്കാളും കൂടുതൽ ഞാൻ കരയും. പിന്നെ സാറിന് ഒരു മാറ്റം വന്നിട്ടില്ലല്ലോ ഇത്ര നാളായിട്ട്. എന്ത് മാറ്റം ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല, ഈ വിഷമിപ്പിച്ച് ഞാൻ ഇന്നേവരെ ഒരാളെ വിഷമിച്ചിട്ടില്ല. ഞാൻ ഇന്റർവ്യൂ ചെയ്ത് ഒരാൾക്കെങ്കിലും വിഷമമുണ്ടെന്ന് അവര് വീട്ടിൽ പോയി പൊട്ടി കരയാറില്ല, ഇവിടെ ഇരുന്ന് കരയാറില്ല. ഇവിടെ എല്ലാരും പിടിച്ചിരിക്കും. അങ്ങനെ ഞങ്ങൾ കരയാൻ പാടില്ല. ഞാനിന്ന് റിമി ഒരുപാട് ചിരിപ്പിക്കാൻ പോവാണ്. ആണോ? ഈ ചിരി എന്താണ്? ഈ ഒരു പൊട്ടച്ചിരിയാൻ ചില ആൾക്കാർ പറയുന്നുണ്ടല്ലോ ചില സമയത്ത്. ആയിക്കോട്ടെ, പക്ഷെ ദൈവം ഓരോരുത്തരെ സൃഷ്ടിച്ചേക്കുന്ന ഓരോ രീതിയിലല്ലേ. പക്ഷെ ഈ പൊട്ടച്ചിരിയിലുള്ള ഭംഗി കാരണം ഒരുപാട് ആൾക്കാർ റിമിയുടെ ആരാധന വലയത്തിലേക്ക് വന്നു. പൊട്ടച്ചിരി ആയിക്കോട്ടെ, ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സൗണ്ട്, ഒരു പെൺകുട്ടികളൊക്കെ ചിരിക്കുന്നതിന് ഒരു ഭംഗിയാണ് വേണം. ശരിക്കും എനിക്കറിയാം, ഇങ്ങനെയൊക്കെ വേണം ഇങ്ങനെയാണ് ശരിക്കും ഒരു പെൺകുട്ടി ചിരിക്കേണ്ടതെന്നാണ്. ഇങ്ങനെ ചിരിക്കുമ്പോഴാണ് എല്ലാം. താങ്ക് യു സാർ. അങ്ങനെ ഒരു നാണം ഒക്കെ ഇങ്ങനെ ചിരിക്കുമ്പോഴാണ് എല്ലാ ആണുങ്ങൾക്കും ഒരു പ്രത്യേക, ആ പെൺകുട്ടിയിൽ ഒരു പ്രത്യേക സൗന്ദര്യം ദർശിക്കാൻ സാധിക്കും. എനിക്ക് അങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചിരിച്ചാൻ പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഞാൻ സംസാരിച്ചു വരുമ്പോ എനിക്ക് ചിരി വന്നാലേ എനിക്ക് ചിരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതൊരു ട്രേഡ് മാർക്കായി മാറി. എന്താ കാരണം അറിയോ? നമ്മുടെ MG ശിവകുമാറിനെ കുറിച്ച് പറയുമ്പോൾ ശിവകുമാറിന് ഒരു ചിരിയുണ്ട്, പക്ഷെ അതിനെ വെല്ലുന്ന ചിരിയായി റിമിയുടെ മാറി. ഇതാണ് ഇതൊരു വലിയ ശ്രീകുമാർ സാറിന്റെ വേറെ അല്ലേ ഒരു 10,000 ഇതല്ലേ ചിരി ശ്രീകുമാർ സാറിന്റെ? എന്താ 10,000 രൂപ? എനിക്കൊന്ന് ചിരിയില് ശ്രീകുമാർ സാറ്, മണിച്ചേട്ടൻ, ഞാന്, പിന്നെ ആരാ ചിരി, സലിം കുമാറേട്ടന്റെ ചിരി ഒരു പ്രത്യേകതയുണ്ട്. ബ്രിട്ടാ സാർ അങ്ങനെ ചിരിച്ച് കാണുന്നില്ല. പക്ഷെ ഞാൻ ഇപ്രാവശ്യം ചിരിപ്പിക്കുക എങ്ങനെയെങ്കിലും. റിമിയെ ഇമിറ്റേറ്റ് ചെയ്ത് ചിരിച്ചില്ലേ ഇപ്പൊ? റിമി ഇവിടെ വന്നതിന്റെ മുമ്പ് കുറെ കാലമായിട്ട് ഞാൻ ഇങ്ങനെ ഇവിടെ ഇരുത്താൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അല്ല, വേറൊന്നുമല്ല, ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം ചില ആൾക്കാർ വരുമ്പോൾ ചരിത്രം വഴി മാറും എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ എന്തോ ചില വ്യക്തികൾക്ക് ഒരു പവർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ മുന്നിൽ ഇരിക്കാനും ഇദ്ദേഹത്തിന്റെ ചോദ്യശരങ്ങൾക്ക് മുമ്പിൽ അമ്പെയ്യുമ്പോൾ എനിക്കത് താങ്ങാനുള്ള ഒരു ശേഷി ഇല്ലല്ലോ എന്ന് എനിക്ക് സ്വയം തോന്നിയോട് മാത്രമാണ്. അല്ല, കേരളത്തിൽ കണ്ട ഇന്റർവ്യൂ ചെയ്യുന്നവരിൽ കണ്ട ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അതേപോലെ ഒരു മനുഷ്യനെ കൊടഞ്ഞെടുത്ത് ചോദിക്കാനും ഇന്ന് ഇന്ത്യയിൽ തന്നെ ഇതേപോലെ ഒരു അവതാരമുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവതാരം ഞാൻ ചോദിക്കാൻ വെച്ച ഒരു ചോദ്യം ഞാൻ ഒഴിവാക്കില്ല മോളെ. എല്ലാ ചോദ്യം ഞാൻ ചോദിക്കും. റിമിയെ ഇവിടെ ഞാൻ ഇരുത്തിയിരിക്കുന്നത് വെച്ചാൽ റിമി ഇപ്പം വെള്ളിത്തിരയിൽ ഇങ്ങനെ തിളങ്ങാൻ പോവാണ്. ഒരു സംശയമില്ല, എനിക്കൊരു സംശയമുണ്ട്. അതായത് റിമി എവിടെ തൊട്ടോ അതൊക്കെ പൊന്നാക്കുന്ന ഒരു സ്വഭാവമാണ്. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. അതായത് റിമിക്ക് യാതൊരു വിധത്തിലും ഒരു ഇൻഹിബിഷനും ഇല്ല. എന്താ കാരണം വെച്ചാൽ ഞാൻ സീരിയസ് ആയിട്ടാണ് പറയാം. റിമിയുടെ ഒരു ഗ്രോത്തിങ് ഞാൻ നിരീക്ഷിക്കുന്നതാണ്. ഒരു 10-12 വർഷത്തെ
ആ 12 വർഷം കൊണ്ട് ഒരു വ്യാഴവട്ടക്കാലം, മലയാളത്തിൽ അങ്ങനെ ഒരു വാക്കുണ്ട്, വ്യാഴവട്ടക്കാലം. ഞാൻ ജനിച്ചത് ഒരു വ്യാഴാഴ്ചയാണ്. വ്യാഴവട്ടം എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച അർത്ഥം. ഓക്കെ, പുതിയൊരു പദാവലി. അതല്ല, എനിക്കറിയാം. ഒരു വ്യാഴവട്ടക്കാലം, വ്യാഴവട്ടക്കാലം എന്ന് പറഞ്ഞാൽ പതിറ്റാണ്ട്. ചിരിച്ചോ ഇല്ല? അല്ല, എന്താണ് യഥാർത്ഥത്തിൽ പറ വ്യാഴവട്ടം എന്ന് പറഞ്ഞത്? ഒരു വ്യാഴവട്ടക്കാലം എന്നൊക്കെ പറയുന്നത് നമ്മളൊരു 12 വർഷത്തെ അങ്ങനെയാണ് പറയണേ. കൈ കൊടുത്ത് എന്റെ അമ്മേ, ഇത് ആരാ ഇത്? റിമി ഒരു വ്യാഴവട്ടക്കാലമായി റിമിയുടെ വളർച്ച ഞാൻ നോക്കുകയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഒരു പക്ഷേ തൊടുന്നതെല്ലാം പൊന്നാക്കാനുള്ള അസാമാന്യ ഒരു കഴിവ്. അതുകൊണ്ട് തന്നെ ആ കഴിവിന്റെ പശ്ചാത്തലത്തിൽ വെള്ളിത്തിരയിൽ ഒരു ജാൻസി റാണി പോലെ. ഇല്ല ഏട്ടാ, ഞാൻ അങ്ങനെ ഒരുപാട് പ്രതീക്ഷയൊന്നും വെക്കുന്നില്ല. ഞാൻ എന്റെ പ്രതീക്ഷയെ പറയണത്. എന്നെ പോലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പ്രതീക്ഷ നോക്കെ കാണാൻ കറക്റ്റ് പുഷ്പമില്ല ഏട്ടാ. ഇതെങ്ങനെ ഇത്ര പറ്റിയൊരു കഥാപാത്രം ആൻഡോയും കണ്ണനും കൂടി തന്നു? എനിക്ക് അതാണ് സംശയം. കാരണം ഇതേപോലെ ഒരു കഥാപാത്രം ഒരുപക്ഷെ മലയാള സിനിമയിൽ നമ്മളിങ്ങനെ കണ്ടിട്ടില്ല. ഇവർ എന്നെ മനസ്സിൽ വെച്ചിട്ട് അല്ലതാനും ഈ സ്ക്രിപ്റ്റ് എഴുതിയത്. പക്ഷെ അതാണ് എനിക്കൊരു സംശയം വരുന്നത്. ഇതൊക്കെയാണ് ദൈവത്തിന്റെ കളി എന്ന് പറയുന്ന സംഭവം. ഈ വേഷം റിമിക്കല്ലാതെ വേറെ ആർക്കും സ്യൂട്ടാവില്ല. എന്തൊരു വൈബ്രൻസി. ഇനി മലയാള സിനിമയില് വിരാജിക്കാൻ പോവാണ്. അയ്യോ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഈ ടെലിവിഷൻ സ്റ്റുഡിയോ നോക്കിട്ട് റിമി പോവും, നമുക്ക് വലിയ സങ്കടം. ഒരിക്കലും ഇല്ല. ഇതൊരു ആഗ്രഹം കൊണ്ടൊരു സിനിമ ചെയ്തേ ഉള്ളൂ. പക്ഷെ റോയ്സ് പറഞ്ഞല്ലോ, വേണം ഇനി ഒന്ന് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി ആകാം. ഇല്ല, അങ്ങനെ ഇതൊരു തീരുമാനം പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഇന്നലെ കൂടെ ഒന്ന് ചോദിച്ചു. അപ്പൊ ബാക്കി പിള്ളേരും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം വേണമെങ്കിൽ അയൽപക്കത്തെ പിള്ളേരുടെ ആണെങ്കിൽ നല്ല അത്രയും നിനക്ക് അത് ആഗ്രഹം ഉണ്ടെങ്കിൽ. റോയ്സ് എന്നോട് പറഞ്ഞു, ഇനി ഞാനും റോയ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പുറത്താർക്കും അറിയില്ല. ഈ പിള്ളേരുടെ കാര്യം പറഞ്ഞല്ലോ. റോയ്സ് എന്താ പറഞ്ഞറിയാം? എൻ്റെ സാറേ, ഇവൾക്ക് പ്രായവും പക്വതയാകാതെ എങ്ങനെ ഒരു കൊച്ചിനെ ഉണ്ടാക്കാൻ പറ്റും? അങ്ങനെ പറയുന്നത്, അങ്ങനെ എന്റെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യരുത്. അത് റോഹിച്ചിനോട് പറയേണ്ട കാര്യമാണ്, എന്നോടല്ല പറയണ്ടേ. റോഹിച്ചൻ ചോദ്യം ചെയ്തു. റോഹിച്ചൻ പറഞ്ഞു ഇവൾക്ക് പക്വതയായിട്ടില്ല, പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവോ? അങ്ങനെ ചിലപ്പോ വളരെ വിശ്വസിച്ച ആരോടും പറയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞായിരിക്കും. പക്ഷെ റോയ്സിന് അബദ്ധം പറ്റി. ഇത് ആരോടാ പറഞ്ഞത്? ഞാൻ മാറ്റി കളഞ്ഞത്. ഇങ്ങനെ റോഹിച്ചൻ പറഞ്ഞിട്ടില്ല കേട്ടാ. റിമി, നമ്മൾ സിനിമയിലേക്ക് വരുന്നു. റോഹിച്ചന്റെ ഭയങ്കര ഒരു പ്രണയ രംഗമാണിത്. ഇത് എവിടെ നിന്നാണ്? ഇത് ഫസ്റ്റ് കല്യാണം കഴിച്ച സമയത്ത് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ മൂന്നാറോ എവിടെ പോയപ്പോ എടുത്ത. ആന ഇടയാതിരുന്ന ഭാഗ്യം. ഓക്കെ, ഇതാണ് കല്യാണ ഫോട്ടോ. ഇതാണ് കല്യാണ ഫോട്ടോ. എന്തൊരു സംശയം? വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. പക്ഷെ റോഹിച്ചൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ ഞെട്ടിയതിനോട് റോഹിച്ചൻ പറഞ്ഞു, ഒരു വീപ്പക്കുറ്റി പോലെ അവിടെ ഇരിക്കുകയാണ്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ഏതോ ടെലിവിഷൻ ഷോയിൽ. അല്ലല്ല, കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും ഏറ്റവും കൂടുതൽ തടി വെച്ചത് 64-65 കിലോയോളം വെച്ചു. ശരിക്കും ഇപ്പൊ ശരിക്കും എന്റെ 58 കിലോയാണ്. എത്ര കിലോയാണ്? 58. നമ്മുടെ ഷാറൂഖ് ഖാൻ ബുക്കും എത്ര കിലോ? ഈ 63 അത്രയും ഉണ്ടായിരുന്നു. പക്ഷെ ചിലവരുടെ വിചാരം ഞാൻ എന്തോ 10-20 കിലോ കുറഞ്ഞ പോലെയാണ് ചിലരുടെ അടുത്ത് സംസാരിക്കുന്നത്. പൊക്കിയ ശേഷമാണ് ഈ കിലോ കുറഞ്ഞു വന്നത്. അങ്ങനെ വീണ്ടും വരുമ്പോ കേരളത്തിൽ വരുമ്പോ എന്നെ പൊക്കുന്നുള്ള പ്രതീക്ഷയിലൊന്നും അല്ല ഞാൻ കുറച്ചത്. അതെന്തോ അങ്ങനെ മനസ്സിൽ തോന്നി, കുറച്ച് മെലിഞ്ഞാലോ. കാരണം ജീവിതത്തിലുള്ള നല്ല പ്രായത്തിലല്ലേ നമ്മള് കുറച്ച് മെലിഞ്ഞിരുന്ന, പിന്നെ വയസ്സ് ചെയ്തിട്ട് നമ്മൾ എത്ര ക്രീം ഉപയോഗിച്ചോ മെലിഞ്ഞിട്ടോ കാര്യമില്ല. അപ്പൊ ഒരു ഉള്ള സമയത്ത് അത്യാവശ്യം നന്നായിട്ട് നടക്കാൻ എല്ലാരെ പോലെ ഞാൻ ആഗ്രഹിച്ചു, ഒന്ന് മെലിഞ്ഞു, അത്രേ ഉള്ളൂ. എത്ര പ്രാവശ്യം റിമി പിന്നീട് കണ്ടിട്ടുണ്ട്? ഞാൻ ഒത്തിരി പ്രാവശ്യം കണ്ടു. ഇടയ്ക്കിടയ്ക്ക് ഒരു ആഗ്രഹം. ഈ റോയ്സ് ഇങ്ങനെ പിണങ്ങി നിൽക്കുമ്പോൾ ഇത് കാണിച്ചോണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്? ഇല്ല, റോയ്സ് അങ്ങനെ വീഡിയോ എടുത്തിട്ട് കാണുക, പാട്ട് കേട്ടോണ്ട് കടന്നുറങ്ങുക, എന്റെ TV പരിപാടി മാത്രം കാണുക, അങ്ങനെയുള്ളൊരു. അതല്ല, അവനുമായിട്ട് വഴക്കുണ്ടാക്കി കഴിയുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കാണിക്കുമോ? അതിന്റെ ആവശ്യം എന്താ? ഒന്ന് അവനെ ഒന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടിട്ട്. അങ്ങനെയൊന്നുമില്ല. ഈ വീഡിയോ, ഈ ഷാരൂഖ് ഖാൻ ആയിട്ടുള്ള വീഡിയോയുടെ ഗുണം എനിക്ക് ഇപ്പൊ ഈ അടുത്തൊരു US പ്രോഗ്രാമിന് പോയപ്പോ ന്യൂയോർക്കിലാന്ന് തോന്നുന്നു, ബാഗ് എടുക്കാൻ നിന്നപ്പോഴത്തേക്കും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഒരു ഇറാനിയനോ ഏതോ ഒരു ഭാഷക്കാരി എന്നെ എവിടെയോ ഞാൻ പറഞ്ഞു, എന്നെ എവിടെ കാണാനാ? ഞാൻ മലയാളിയാണോ? അല്ല. അപ്പൊ പിന്നെ എന്നെ എങ്ങനെ മനസ്സിലാക്കാനാ? യു ആർ എ സിംഗർ? ഞാൻ പറഞ്ഞു അതെ. ഇവർക്ക് എങ്ങനെ മനസ്സിലായി? അപ്പൊ അവരാ ഷാരൂഖ് ഖാൻ വീഡിയോ ഇവരത് കണ്ടിട്ടുണ്ട്, എന്നെ മനസ്സിലായി.
ഇപ്പൊ ഇത് നമ്മള് ലോകത്ത് എവിടെ പോയാലും ഇനി ലോകത്ത് എവിടെ പോയാലും ഒരു ഭക്ഷണം കഴിക്കാതെ ഭക്ഷണം എടുക്കേണ്ട കാര്യം വരില്ല. ഇപ്പൊ ഈ എയർപോർട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും, എന്നെ നമ്മളെ അറിയത്തില്ല, മലയാളികൾ ഇല്ലാത്തൊരു സ്ഥലത്ത് പോലും ഈ ലോകത്ത് എല്ലായിടത്തും ഈ ഇദ്ദേഹത്തെ അറിയാവുന്നുണ്ട്, ഈ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ ഞാനൊരു സിംഗർ ആണെന്നും അല്ലെങ്കിൽ അറിയപ്പെടുന്ന ആളാണെന്നും പറഞ്ഞ് നമുക്ക് അവിടുന്ന് സുഖമായിട്ട് മാത്രമല്ല അവര് ഫ്ലൈറ്റിൽ ഇവിടെ എടുത്തോണ്ട് ഇവിടെ കൊണ്ടുവരും. അതുകൊണ്ട് അടുത്ത ചോദ്യം ഒഴിവാക്കിയാലേ ആ കൂരമ്പ് വെച്ചിരിക്കുന്ന ചോദ്യം. ഇല്ല, ഞാൻ ചോദിച്ചിട്ടില്ല. വരട്ടെ. നമസ്കാരം റിമി. നമസ്കാരം. റിമിയുടെ അടുത്തൊരു ചോദ്യം ഒരുപാട് പേര് ചോദിച്ചതാണ്. ഈ ഷാരൂഖ് ഖാൻ റിമിയെ പൊക്കുമെന്ന് ആദ്യമേ റിമിക്ക് ഉദ്ദേശമുണ്ടായിരുന്നു, അതോ അതിന് തയ്യാറെടുപ്പോട് കൂടിയാണോ അവിടെ പോയത്? അതൊരു ചോദ്യം. ചോദ്യം നമ്പർ 2, സത്യം പറയണം, റിമിക്ക് ഇനി എന്താണ് ആഗ്രഹം? റിമിയുടെ ജീവിതത്തിൽ ഹിന്ദിയിൽ പാടണമെന്നാണോ, അതോ ഇനി ഹിന്ദിയിൽ പോയിട്ട് എന്തെങ്കിലും സ്റ്റേജിൽ വെച്ച് ആരെങ്കിലും റിമിയെ എന്താണ് കെട്ടിപ്പുണരണമെന്നോ അതോ കോരിയെടുക്കണമെന്നോ അങ്ങനെ വല്ല താല്പര്യം വല്ലതും ഉണ്ടോ? ഇത് റോയ്സ് കേൾക്കണ്ട. ഞാൻ വെറുതെ രഹസ്യമായിട്ട് നമ്മുടെ ബ്രിട്ടാസ് ഒരിക്കലും വെളി പറയത്തില്ല. ഇത് ഒന്നും ചെയ്യത്തില്ല. ബ്രിട്ടാസിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. പിന്നെ പുക എന്ന് പറയുന്നതിനും ഞാൻ മറ്റേത് പറയുന്നില്ല. ഇപ്പൊ എത്ര പേരെ കണ്ട പുള്ളി ഇപ്പോൾ അറ്റാക്ക് ചെയ്തത്? എത്ര പേരെ ഇവിടെ അറ്റാക്ക് ചെയ്ത് കണ്ട? എനിക്കിട്ടൊരു കുത്തിവെച്ചു കൊടുത്തു. ഇതാണ് ശ്രീകുട്ടൻ. റിമി ഈ പറഞ്ഞ പോലെ റിമി എന്നുള്ള ഗായികയുടെ അംബീഷനെ കുറിച്ചൊക്കെയാണ് MG ശ്രീകുമാർ പറഞ്ഞത്. ഒരുപക്ഷെ നമ്മൾ സിനിമയിലേക്ക് ഒരു ചെറിയൊരു ഡീവിയേഷൻ എടുത്തു, പക്ഷെ നമ്മൾ തിരിച്ചു പോകും അങ്ങോട്ട്. ശ്രീകുട്ടൻ ചോദിക്കണം എന്തുകൊണ്ട് ഹിന്ദിയിലൊക്കെ പാടി അവിടെ എന്തിനാ? ഷാറുഖ് ഖാൻ മാത്രമല്ലോ, അമീർ ഖാനും സൽമാൻ ഖാനും ഒരുപാട് ഖാൻമാരൊക്കെ ഇല്ലേ, അവരൊക്കെ എടുത്ത് പൊന്തിക്കട്ടെ. അതെന്തിനാ അങ്ങനെ? ഷാരൂഖ് ഖാനോട് നേരത്തെ അഭ്യർത്ഥിക്കും, എന്നെ എടുത്ത് പോക്കണേ, എൻ്റെ ജീവിതം ഒന്ന് എങ്ങനെയെങ്കിലും നന്നായി തരണേ എന്നൊന്നും ഞാൻ ഹിന്ദിയിലോട്ട് കൊണ്ടുപോകണേ. ചിലർ വിചാരം എൻ്റെ ഫോൺ വിളിക്കുന്നുണ്ട്, അങ്ങനെ പരിചയമുണ്ടെന്നൊക്കെ. ഞാൻ അവിടെ ആ സമയത്തുണ്ടെന്ന് ഒരിക്കലും അങ്ങനെ പ്ലാൻ ചെയ്യാനൊക്കെ പറ്റുമോ? അവിടെ സ്റ്റേജിൽ കയറുമോന്ന് തന്നെ എനിക്കറിയത്തില്ല. ഞാൻ ഷാരൂഖ് ഖാൻ വരുന്നതിന് മുമ്പ് ഫ്രണ്ടിൽ സീറ്റ് പിടിച്ചിരിക്കുക, വരുന്ന വരവൊന്ന് കാണാൻ നോർത്തോട്ട്. അപ്പോഴാണ് എന്നെ പെട്ടെന്ന് സ്റ്റേജിന്റെ പുറകിലോട്ട് വിളിച്ചും രഞ്ജിനി പെട്ടെന്ന് സ്റ്റേജിലോട്ട് വിളിക്കുകയും വേണമെങ്കിൽ പുള്ളി മൈൻഡ് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ നാണം കെട്ട് പോകുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. ഇല്ല റിമി, ഇതാണ് പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. റിമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി സ്റ്റേജിലാണേലും ഒരു ഷോയിലാണേലും ആ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട്. അതുപോലെ കമൽ സാറിന്റെ നമ്മുടെ കൈരളിയുടെ ഫംഗ്ഷന്, അതൊക്കെ മറക്കാനാവാത്ത ഒരു വിളിച്ചു വരുത്തി ഒരു ഡാൻസ്. അദ്ദേഹം പ്രത്യേകിച്ച് ഒരു സ്ഥലത്തും അങ്ങനെ ഒരു അനങ്ങോ പുള്ളി ഇതുപോലെ എന്നെ പോലെ അല്പം ഗൗരവക്കാരനായിട്ട് അത് കഴിഞ്ഞിട്ട് ചെന്നൈയിൽ ഒരു ഫംഗ്ഷന്, ഗോകുലത്തിന്റെ ഒരു ഫംഗ്ഷന് പോയി. അന്ന് കമൽ സാർ അവിടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അല്ലെങ്കിൽ പരിചയമില്ലാത്തവരെ കാണുമ്പോൾ അദ്ദേഹം ചിരിക്കാറ് പോലും ഇല്ല, നമ്മൾ കാണാറുള്ളതല്ലേ. സാർ എന്നെ ജ്ഞാപകം ഇരിക്കാന്ന് ഇങ്ങനെ കാണിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി, എന്നെ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഞാൻ സുന്ദരൻ നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം എന്ന് പാടി. മുഴുവൻ സമയം പുള്ളി പാട്ട് കേട്ടിരുന്നു. അവിടെ 4 വരെ പാടിയുള്ളൂ, ഒരു 6 വരി പാട് പുള്ളിക്ക് വേണ്ടിട്ട്. കമൽ സാറിന് വേണ്ടി, ഉലക നായകന് വേണ്ടി, ജോൺ ബ്രിട്ടാസിന് വേണ്ടി ഈ ഗാനം. സുന്ദരൻ നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ JB ജംഗ്ഷൻ കയ്യിൽ കയ്യും വെച്ച് കണ്ണിൽ കണ്ണും വെച്ച് നെഞ്ചിൽ മന്ത്രം കൊണ്ട് ചേരുന്ന നേരം സുന്ദരൻ നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ JB ജംഗ്ഷൻ. ശരിക്കും പാടി തന്നെയാണ് ഇത്. പിന്നെ തീർച്ചയായിട്ടും ആത്മാർത്ഥമായി പാടി. തീർച്ചയായിട്ടും ഇത് ആത്മാർത്ഥമായി പാടിയതാണ്. സിനിമയിൽ റിമി ടോമി, പക്ഷെ പണ്ട് റിമി പറഞ്ഞിരുന്നത് ഞാൻ ആരാ സിനിമയിലൊന്നും വരില്ല. എന്ത് സിനിമ? പുച്ഛിച്ചല്ല പറഞ്ഞത്, പുച്ഛിച്ചല്ല, ഒരു അല്പ ഭയാശങ്കകളോടെ, ഭയവിഹ്വലതയോടെ, ഭയവിഹ്വലതകളോടെ. എനിക്കതിനെ പറയാൻ കിട്ടുന്നില്ല. അത് ആ വാക്ക് റിമി ഭയങ്കര മലയാളത്തിന്റെ ഒരു പുതിയ ഒരു പണ്ട് രഞ്ജിനി നിഘണ്ടുവാണോ എന്നൊന്നും ഞാൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ കുറെ വാക്കുകൾ കണ്ടുപിടിച്ചു. എവിടുന്നോ കുറെ വാക്ക് അസ്ഥാനത്ത് പ്രയോഗിക്കാനുള്ള ഒരു ശക്തി ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. റിമിയുടെ ഒരു ഷോയിൽ ഞാൻ കണ്ടു, നിങ്ങൾ 2 കണ്ണും വെച്ച് കാണുമല്ലേ, 2 കാതും വെച്ച് കാണുമല്ലേ, 2 ഹൃദയം വെച്ച്, ഹൃദയം ഒന്നേ ഉള്ളൂ അല്ലേ എന്ന് ഞാൻ പറഞ്ഞാണ്. ഏത് ഷോയാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഓർമ്മയില്ല. ഏതാ ഗൾഫിൽ വെച്ചിട്ടാ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു പോയതാ. പിന്നെ മനസ്സിലായത് ഒന്നേ ഉള്ളൂ എന്നുള്ള കാര്യം. ഒരുപക്ഷെ ചില ആൾക്കാർക്ക് 2-3 ഹൃദയം ഉണ്ടാകാൻ വേണേല്
ഹൃദയശൂന്യരുണ്ടാവാം. ആ അങ്ങനെയുണ്ട്. ഓ എന്താ കറക്റ്റ്. റോയ്സ് കേൾക്കണ്ട. റോയ്സിനെ കുറിച്ച് പറഞ്ഞൊന്നല്ല ഇത് യഥാർത്ഥത്തിൽ. ഒന്നും അങ്ങനെ വിചാരിക്കരുത്. എന്റെ മുന്നിൽ ഇരിക്കുന്ന ആളെ ഒട്ടും ഉദ്ദേശിച്ചിട്ടില്ല. റിമി അങ്ങനെ ഒരു ഭയാശങ്കകളെല്ലാം കഴിഞ്ഞു. സിനിമയിലേക്ക് റിമി കാലെടുത്ത് കുത്തി. അങ്ങനെ തിങ്കൾ മുതൽ വെള്ളി വരെ മലയാള സിനിമയിൽ ഒരുപാട് അലയൊലികൾ സൃഷ്ടിക്കാൻ പോവുകയാണ്. അങ്ങനെ സൃഷ്ടിക്കലൊന്നും ഉണ്ടാ. ജസ്റ്റ് എല്ലാരും ഒന്ന് പോയി കാണും. കാരണം ഒരു കൊച്ചു പടം, ഒരു തമാശയ്ക്കുള്ള ഒരു കുടുംബ ചിത്രം, സീരിയലിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സീരിയലിലെ കഥാപാത്രങ്ങളെ മനസ്സിൽ ഇപ്പത്തെ പിള്ളേര്, യൂത്തന്മാര്, ഫ്രീക്കന്മാര്, നിങ്ങളൊക്കെ വിചാരിക്കും ഇവർക്കൊക്കെ ന്യൂ ജനറേഷൻ അങ്ങനത്തെ ഫ്രീക്കന്മാര്, യൂത്തന്മാര്, ഇവരൊക്കെ ശരിക്കും പറഞ്ഞു ഇവരെ ഫ്രീക്കന്മാരെന്ന് വിളിക്കുമ്പോ ഇവരെ എന്താ വിളിക്കുക? അയ്യോ, ഫ്രീക്കികള്. എന്റെ ഓഡിയൻസ് കൂടുതൽ എനിക്ക് തോന്നിയേക്കുന്നത് പെൺകുട്ടികൾക്ക് ഇഷ്ടമാണ്. പിന്നെ വീട്ടമ്മമാര്, കുറച്ച് പ്രായമുള്ള ചേട്ടന്മാര്, അങ്ങനെയുള്ളവരാണ് എന്നെ ഇഷ്ടക്കുറവൊന്നുമല്ല, അവർക്ക് ഇഷ്ടമാണ്. ഒത്തിരി ഇഷ്ടല്ലേ? ഇത് കഴിഞ്ഞിട്ട് റിമിനെ വിട്ടേക്കണം കേട്ടോ. അല്ല, സിനിമയുടെ രംഗങ്ങൾ നടന്നതാണ്. ഇത് ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് അല്ലേ? ഷൂട്ടിംഗ് ലൊക്കേഷൻ സോങ് ആണിത്. അതൊരു സോങ് അല്ല, ഒരു നമ്മള് സിനിമ മേക്കിംഗ് സംഭവത്തിന്റെ ഒരു സോങ് ആയിട്ട് കാണിച്ചേക്കുക. റിമി, ഞാൻ ഈ സിനിമ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുകയാണ്. എന്താ കാരണം അറിയാം? എനിക്കൊരു ആഗ്രഹമുണ്ട്. റിമി ഈ സിനിമയെ, മലയാള സിനിമയെ അങ്ങനെ കീഴടക്കണം. കീഴടക്കിയിട്ട് തമിഴ് സിനിമയിലേക്ക് കയറണം. തമിഴ് സിനിമ കഴിഞ്ഞിട്ട് ബോളിവുഡിലേക്ക് പോകണം. ബോളിവുഡിലെത്തിയിട്ട് പിന്നെ ഹോളിവുഡ് വേണം. അല്ല, ബോളിവുഡിൽ എടുത്തിട്ട് ഷാറുഖ് ഖാന്റെ കൂടെ ഹീറോയിൻ ആയിട്ട് റോയ്സ് അങ്ങനെയൊന്നും സമ്മതിക്കത്തൊന്നുമില്ല. അല്ല, റോയ്സ് സമ്മതിച്ചാലും ഇതൊക്കെ വിളിക്കണമെങ്കിൽ ഓരോ ആകാര വടിവും ഹൈറ്റും സൗന്ദര്യവും ഒക്കെ വേണം. അതൊന്നും എനിക്കില്ല. നിങ്ങളിപ്പോ ഈ സിനിമയിൽ തന്നെ എടുത്ത് തന്നെ എന്നെ, റിമി ടോമിയുടെ സ്വഭാവവും കാര്യങ്ങളും, ഒരു നാട്ടിൻപുറത്തുകാരി അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കിക്കൊണ്ടാ. നേരെ മറിച്ച് തമിഴിലോ ഹിന്ദിയിലോ പോയി അഭിനയിക്കാൻ മാത്രമുള്ള ഒരു നായികയുടെ ഭയങ്കരമായിട്ടുള്ള ഇതൊന്നും എനിക്കില്ല. ഞാൻ ആ സംവിധായകനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാറേ ഒന്നും വിചാരിക്കരുത്, ഞാനത് പറഞ്ഞൊന്നും പറയരുത്, നൊസുണ്ടോന്ന് വെച്ചാൽ ഇല്ല, ഇല്ലേന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല. ഈ രണ്ടിനെ പരുവത്തിലുള്ള ഒരു കഥാപാത്രത്തെ നമുക്ക് അഭിനയിപ്പിച്ച് എടുപ്പിക്കണമെങ്കിൽ അത് ഇന്ന ഉലകത്തില് ഇത് റിമി ടോമി മാത്രമേ ഉള്ളൂ. അങ്ങനെ റിമിക്ക് വേണ്ടിയിട്ട് ആ കഥാപാത്രം അങ്ങ് ജനിച്ചു വന്നാണ് പുഷ്പവല്ലി. ഇനി മലബാറിലേക്ക് ആൾക്കാർ പുഷ്പവല്ലി എന്നായിരിക്കും പറയാം. ഷായ അങ്ങനെ കിട്ടണമെന്നില്ല. അതെ, അതുകൊണ്ട് പല രൂപത്തിലും ആ പേരിന്റെ വേർഷൻസ് മാറി മാറി വരും. അതൊക്കെ പുഷ്പവല്ലിയിൽ അമിതമായ പ്രതീക്ഷയില്ലെങ്കിലും ഒരു പ്രതീക്ഷയില്ലേ? അമിതമായ പ്രതീക്ഷ ഒരിക്കലും ഇല്ല. പക്ഷെ പ്രതീക്ഷ ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, ഡയറക്ടറും പ്രൊഡ്യൂസറിനും ഒക്കെ ഒരു നഷ്ടം ഉണ്ടാവാത്ത രീതിയിൽ ഹായ് റിമി എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയ ഒരാളാണ്. കാരണം തിങ്കൾ മുതൽ വെള്ളി വരെയിൽ റിമി ഫസ്റ്റ് ഡേ അഭിനയിക്കാൻ വന്നപ്പോൾ റിമി ഹെവി ടെൻഷനായിരുന്നു. റിമി ഇപ്പോൾ ഫുൾ ടൈം ചിരിച്ചുകൊണ്ടിരിക്കുന്ന റിമിക്ക് ഒരു ചിരിയില്ല, മുഖം കണ്ടാൽ നമുക്ക് തന്നെ പേടിയാവുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് റിമി നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന സീൻ, റിമി മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, റിമി നമ്മൾ എടുക്കുന്ന സീൻ ഇതാണ് എന്ന് പറഞ്ഞിട്ട് സീൻ പറഞ്ഞു കൊടുത്തു. ഫസ്റ്റ് ഡേ എടുത്തത് ഒരു ക്ലൈമാക്സിൻ്റെ ലീഡ് വരുന്ന ഒരു സീനാണ്. അപ്പോൾ പെട്ടെന്ന് അയ്യോ ചേട്ടാ ഇതെങ്ങനെ എടുക്കുന്നു, ഇതല്ലല്ലോ നമ്മൾ എടുക്കേണ്ടത്. എൻ്റെ ഫസ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ അന്ന് കഥ പറഞ്ഞതിനകത്ത് ഞാൻ കല്യാണത്തിൻ്റെ കാര്യം പറയുന്ന സീനല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, പക്ഷേ നമ്മൾ സിനിമയിൽ ഇങ്ങനെയാണ്, ചിലപ്പം നടുക്കുള്ള സീൻ എടുക്കും, ചിലപ്പോൾ ലാസ്റ്റ് സീൻ എടുക്കും, ചിലപ്പോൾ ഒരു സീനിൻ്റെ പകുതി പോലെ ആയിരിക്കും എടുക്കുന്നത്. പക്ഷേ അത് പെട്ടെന്ന് ഒരുമിക്കും അയ്യോ അങ്ങനെ എടുത്താൽ എനിക്ക് പറ്റത്തില്ല ചേട്ടാ, അങ്ങനെ നമുക്ക് ഓർഡറിൽ എടുത്ത് തുടങ്ങാം, അതേ പറ്റും. ഞാൻ ഒന്നും പേടിക്കണ്ട, നമുക്ക് ഈ സീനൊന്ന് എടുത്തിട്ട് കണ്ടു നോക്കാമെന്ന് പറഞ്ഞിട്ട് ആ സീൻ ഷൂട്ട് ചെയ്ത് അപ്പം തന്നെ എഡിറ്റ് ചെയ്തിട്ട് റിമിയെ കാണിച്ചു കൊടുത്തു. എനിക്ക് തോന്നുന്നു അത് കണ്ടെടുത്തു നിന്നാണ് റിമിയുടെ ഒരു കോൺഫിഡൻസ് തുടങ്ങുന്നത്. ആദ്യത്തെ ദിവസം അഭിനയിക്കാൻ വന്ന റിമിയും ഇപ്പോൾ സിനിമ റിലീസാവാൻ പോകുമ്പോഴുള്ള റിമിയുടെ ഒരു മാനസികാവസ്ഥ എന്താ? റിമി, സീരിയസ് ആയ ഒരു ചോദ്യമാണ്. നല്ല ചോദ്യം അത്. ആദ്യത്തെ ദിവസം അഭിനയിക്കാൻ വരുമ്പോ അങ്ങനെയാണോ, ഈ പാരം നോക്കിയാൽ കരയുവോ, ഇവിടെ ഈ ഭാഗമൊന്നും വർക്ക് പിരികൊന്നും അനങ്ങുന്നില്ലാത്തവരെ തോന്നുന്നു. എന്റെ ജീവിതത്തില് ഇത്രയധികം ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് ടെൻഷൻ അടിക്കാറില്ല. പക്ഷെ ഇതുപോലെ ടെൻഷൻ അടിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് അതുപോലെ കണ്ണച്ചേട്ടൻ ഇങ്ങനെ ഒരു ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത്ര ഒന്നുമില്ലെങ്കിൽ കണ്ണച്ചേട്ടൻ ഇത്രയും തമിഴ് സിനിമയും സീരിയലൊക്കെ ഇത്രയും ചെയ്തേക്കുന്ന ആളാണ്. ആ ആളോട് പോയി പറയും ക്ലോസപ്പ് ഒക്കെ എടുക്കുന്ന സിനിമ ഇത് വേണ്ട ചേട്ടാ, ഇങ്ങനെ എടുക്കണ്ട. എനിക്ക് ഡയറക്റ്റ് ചെയ്തല്ല ചേട്ടാ, എനിക്ക് കണ്ണിന്റെ സീൻ മാത്രം എടുത്ത് എനിക്ക് അറിയത്തില്ല, എനിക്ക് ടെൻഷൻ ആവുന്നു. പക്ഷെ കണ്ണൻ എന്തൊക്കെ ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിച്ച് കണ്ണൻ ബുദ്ധിമുട്ടിച്ചാലും കണ്ണൻ ആ രീതിയിൽ എന്നെ എന്റെ സ്വഭാവം മനസ്സിലാക്കി
നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ പെരുമാറുന്ന പോലെ അത്രയും ഒരു രീതിയിൽ കണ്ണൻ ചേട്ടന് ക്ഷമയ്ക്കുള്ള നോബൽ സമ്മാനം കൊടുക്കണം. മിക്കവാറും കണ്ണൻ ചേട്ടനാണ് കൊടുക്കേണ്ടത്. ഒന്നാമത് റിമീനെ ഈ രൂപത്തിലാക്കി ഒരു നടിയാക്കി എടുത്ത് ഇങ്ങനെ അച്ചടക്കത്തിലും ചിട്ടയിലും കൊണ്ടുവന്ന് എല്ലാ ഭാവങ്ങളും അഭിനയിപ്പിച്ചെടുത്തു. അത് ശരിയാണ് കണ്ണൻ ചേട്ടൻ. പിന്നെ മുരളി മേനോൻ എന്ന് പറഞ്ഞ ചേട്ടൻ ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അഭിനയിക്കാൻ പോണതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു 4 ദിവസം ട്രെയിനിങ്, 4 ദിവസം തീർച്ചയായും അതൊരു ഹെൽപ്പ്. നേരെ അങ്ങ് ചെന്ന് ഇറങ്ങി വരുമ്പോൾ എന്തായിരുന്നു, ആദ്യം കയറുന്നതും ഇറങ്ങി വരുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസം പറ്റും. മെയിൻ ആയിട്ട് നമുക്ക് അതിൽ പോകുമ്പോൾ ഒരാളെ അഭിനയം പഠിപ്പിക്കുന്നതിലുപരി കോൺഫിഡൻസ് കിട്ടുക എന്നൊരു സംഭവമുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, റീമിക്കെന്നല്ല നിങ്ങളോടും തന്നെ പറയാണ്, എല്ലാവർക്കും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അഭിനയിക്കാൻ പറ്റും. ഈ വർക്ക്ഷോപ്പിൽ വരികയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മനസ്സുകൊണ്ട് കോൺഫിഡൻസ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ പറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു വാക്ക് എന്റെ മനസ്സിലൊരു എനിക്കൊരു എന്തോ ഒരു ധൈര്യം തന്നു. അങ്ങനെ സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുന്നു. ആദ്യത്തെ ഏതാനും മണിക്കൂറുകൾ, ദിവസങ്ങൾ ഒരു ചിലപ്പോൾ പിരിമുറുക്കം ഉണ്ടായി. ആ പിരിമുറുക്കം പോകുന്നു. പിന്നീട് റിമി ആ സെറ്റില് അല്ലെ ആദ്യത്തെ ദിവസത്തെ പിരിമുറുക്കമായ മമ്മൂക്കയുടെ ഒരു വാക്കുകൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. ആൻഡോ ചേട്ടനാണത് മമ്മൂക്കേനെ അന്നത്തെ ദിവസം തന്നെ കൊണ്ട് കാണിച്ചു. അപ്പൊ മമ്മൂക്ക് പറഞ്ഞു, അപ്പൊ പ്രത്യേകിച്ച് ജയറാമേണ്ണും പറഞ്ഞു, റിമി ടോമി തകർക്കുന്നുണ്ടല്ലേ എന്ന് മമ്മൂക്ക വിളിച്ച് പറഞ്ഞു എന്നൊക്കെ ഇവർ രണ്ടുപേരും എൻ്റെ അടുത്ത് പറഞ്ഞു. അതൊക്കെ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷം തോന്നി. ഒരു സന്തോഷമല്ല, ഒരു എപ്പോഴും ഒന്ന് അറച്ചു നിൽക്കുന്നവർക്കേ അത്തരത്തിലുള്ള ചില ബൂസ്റ്റിംഗ് വേണം. ഒരു വാക്ക് മതി. ആ വാക്ക് കിട്ടിയാലുണ്ടല്ലോ നല്ല വിളക്ക് കത്തിക്കുന്ന വെളിച്ചായി പിന്നീട്. അപ്പൊ അങ്ങനെ മറ്റാരുമല്ല, മലയാളത്തിന് നിറഞ്ഞു നിൽക്കുന്ന അഭിനയ സാന്നിധ്യം മമ്മൂക്ക തന്നെയാണ് റിമിയെ അനുഗ്രഹിച്ച് ഒരു നായികയുടെ പരിവേഷത്തിലേക്ക് സിനിമയിൽ കാലെടുത്ത് വെച്ചത്. അതിൽ മമ്മൂക്കയ്ക്ക് ഒരു മെസ്സേജ് ഞാൻ ഇപ്പൊ പരിപാടിക്ക് പോവാണ്, ബിട്ടാ സാറിന്റെ പരിപാടിക്ക് പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദ ബെസ്റ്റ് അപ്പ അയച്ചിരിക്കും. മമ്മൂക്കയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടി കൊടുത്തു. മമ്മൂക്കയ്ക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതെ അല്ലേ? വലിയൊരു സൗഭാഗ്യമാണ് ഒരുപക്ഷെ റിമിക്കുണ്ടായത്. എന്നുവെച്ചാൽ മമ്മൂക്ക അനുഗ്രഹിച്ച് റിമിയെ സിനിമയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ജയറാമിനെ പോലുള്ളൊരു നല്ലൊരു അനുഗ്രഹിക്കുന്ന നടന്റെ ഒപ്പം ജയറാമിന്റെ നായിക മാത്രമല്ല, ഭാര്യയായിട്ട് താലി കെട്ടി. ആരോ പറഞ്ഞു കേട്ട് ഈ താലി കെട്ടിക്കഴിഞ്ഞ ശേഷം റിമിക്ക് ഇതൊരു കൗതുകമായിട്ട് ഇനി 1, 2, 3, 4 ഒക്കെ ഇനി കെട്ടണം എന്നുള്ളൊരാണ്. ശരിക്കും പറഞ്ഞ സിനിമ എന്ന് പറയണത് നമുക്കൊരു ഭയങ്കര ഒരു പാട്ട് എന്ന് പറയുന്ന ചില പാട്ടുകൾ നമ്മൾ പാടി വീണ്ടും പാടുമ്പോൾ രസമാണ്. പക്ഷെ ഇത്രയും വർഷം ആയതുകൊണ്ടായിരിക്കാം, ആദ്യത്തെ സിനിമ ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും ഒരു ത്രില്ലിംഗ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് ആർക്കാണെങ്കിലും തോന്നൂലേ? ഒരു പക്ഷെ ജയറാമേട്ടനൊന്നും തോന്നിയില്ല. കാരണം ജയറാമേട്ടന്റെ തോന്നിയിട്ടില്ല, പാർവതിക്ക് തോന്നുകയും ചെയ്തു. അങ്ങനെ വല്ലതും പറഞ്ഞു എന്നോട് പറഞ്ഞു. അവരുടെ മുഖത്തെ ഭാവം കണ്ടില്ലേ, ഒറിജിനലായിരിക്കണം. ജയറാമേട്ടൻ 10 or 200 കണ്ട് കല്യാണം കഴിച്ചു ഈ സമയം കൊണ്ട്. 160. പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ ക്രിസ്ത്യൻ കല്യാണമാണ് കഴിച്ചേക്കുന്നത്. ഈ ഹിന്ദു കല്യാണം ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ അവതയും പൂവ് എറിയുന്നു, അതൊക്കെ ഒരു അതിലേക്ക് ലയിച്ചു ഭയങ്കരമായിട്ട്. ഇതൊന്ന് യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശ്വസിച്ചു. ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. കള്ള പറയണ മുഖത്ത് നോക്ക്. അത് കഴിഞ്ഞ് റിമി ആരോട് പറഞ്ഞില്ല, എനിക്കൊരു മുസ്ലിം കല്യാണം കൂടെ കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. അല്ല, ഇതൊരു കല്യാണം പറഞ്ഞാൽ ഭയങ്കര രസകരമായിട്ടൊരു കാര്യമായിട്ട് തോന്നി. ശരിക്കും പറഞ്ഞ ഇപ്പൊ ഓരോരുത്തർ പുതിയ കല്യാണം കഴിക്കുമ്പോൾ എന്റെ ഉള്ളിൽ ഒരു ചെറിയ അസൂയ വരും, എല്ലാവരുടെ ഉള്ളിലും വരും. ശരിക്കും ഒരു കല്യാണം കൊണ്ട് മതിയായില്ല. അതല്ല, എനിക്ക് കെട്ടണമെന്നല്ല. കല്യാണത്തിന് മുമ്പുള്ള ദിവസങ്ങളും 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാര തരളിത രാത്രികൾ, വിവാഹപൂർവ രാത്രി, ഇതൊക്കെ ഒരു മനുഷ്യന്റെ കാലഘട്ടത്തിൽ, യൗവന കാലഘട്ടത്തിൽ എല്ലാവരും ആഗ്രഹിച്ച്, പ്രത്യേകിച്ച് ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇവരുടെ ഏറ്റവും വലിയ സ്വപ്നം ഒരു പക്ഷേ ചില ആൾക്കാർ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കല്യാണം കഴിക്കാന്നുള്ളതായിരിക്കും ഇവരോട് ചോദിച്ചാൽ ഇവരുടെ ആഗ്രഹം. റിമി, കല്യാണം കഴിക്കാത്തവർക്ക് വലിയ മധുര സ്വപ്നം, കഴിച്ചവർക്ക് ഒരു കഴിക്കുന്ന സ്വപ്നം, പേടി സ്വപ്നമാണ്. പക്ഷേ റോയ്സ് പെണ്ണ് കാണാൻ വന്ന് റോയ്സ് പിന്നെ ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല, റോയ്ച്ചൻ വന്നിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂരും പാലയും തമ്മിൽ ഒരുപാട് സാംസ്കാരികമായിട്ടുള്ള അന്തരമുണ്ട്. എല്ലാം വ്യത്യാസമാണ്. കന്നാലിന്ന് വിളിച്ചു,
കന്നാലിന്ന് മാത്രമൊന്നും അല്ല വിളിച്ചേക്കണേ. ഷവി. കന്നാലിയൊന്നും അല്ല. ഇഷ്ടംപോലെ വാക്കുകളുണ്ട്. ഈ റോയ്സ് ഭക്ഷണം വെക്കുമ്പോൾ മറ്റേ എല്ലാ ഭക്ഷണത്തിലും കൂർക്കക്കിഴങ്ങ് ഇടണമെന്ന് പറയാറുണ്ട്. എന്താ കൂർക്കക്കിഴങ്ങ്? ഈ തൃശ്ശൂർകാർക്ക് തൃശ്ശൂർകാർക്ക് പ്രത്യേകിച്ച് പന്നിയിറച്ചിയൊക്കെ വെക്കുമ്പോ എന്ത് കുന്നം വെച്ചാലും കൂർക്കക്കിഴങ്ങാണ്. കൂർക്കക്കിഴങ്ങും അത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കോമ്പിനേഷനാണ്. റിമിയോട് ഒരു രഹസ്യം പറയാം. എന്റെ ഭാര്യ തൃശ്ശൂരിന്നാ. അതാണ്. ഞാൻ അവളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ശരിക്കും സാർ ഏത് നാട്ടുകാരനെ? ഞാൻ കണ്ണൂരുകാരനാണ്. കണ്ണൂരും തൃശ്ശൂരും കുഴപ്പമൊന്നുമില്ല. കണ്ണൂരുകാർ നല്ല നല്ല മനുഷ്യരാണ് അല്ലേ? എന്നെ പോലെ തന്നെ. പക്ഷെ അവിടെ നിന്ന് ഇങ്ങനെ ഒരാൾ എനിക്കൊരു അത്ഭുതം അതാണ്. ചിരിച്ചാ. അപ്പൊ ഈ കൂർക്കക്കിഴങ്ങിന്റെ ഒരു പ്രയോഗം ഈ തൃശ്ശൂർകാർക്കുണ്ട്. നിർത്തിച്ചോ? ഇല്ല, എന്തിനു നിർത്തിക്കുന്നു? നമ്മുടെ വീട്ടിലൊരു ചേച്ചിയുണ്ട്. ചേച്ചി എന്ന് കൂർക്കക്കിഴങ്ങ് വേണമെങ്കിലും ആ ചേച്ചി ഇഷ്ടംപോലെ വെച്ച് കൊടുത്തോളാം. ഇത് ഞാൻ വെച്ച് തുടങ്ങുമ്പോഴാണല്ലോ നിർത്തണോ വേണ്ടത് നമ്മൾ തീരുമാനിക്കുന്നത്. അങ്ങനെ റോയ്സിനെ കല്യാണം കഴിക്കുന്നു. ആ ചേച്ചിയുടെ പേര് പൊന്നമ്മ ചേച്ചിയാട്ടോ. ആ ചേച്ചി ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ തന്നെ പറ്റില്ല. പൊന്നമ്മ ചേച്ചി, ഈ റിമി പറഞ്ഞത് തമാശയാണ്. യഥാർത്ഥത്തിൽ പൊന്നമ്മ ചേച്ചിയോട് ഭയങ്കര ഇഷ്ടമാണ്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലേ പൊന്നമ്മ ചേച്ചിയെ പറ്റി? പറയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ. അങ്ങനെ സിനിമയിൽ വരുന്നു. ജയറാമിൻ്റെ കൂടെ നായികയാകുന്നു. ഒരുപാട് നടന്മാർ, ഒരുപക്ഷെ മിനിസ്ക്രീനിലെ എല്ലാ താരങ്ങളും ആ സിനിമയിൽ സന്നിവേശിപ്പിച്ചു. ആ സിനിമയുടെ ചില ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഓഫീസിലാണ്, കൈരളി ടവേഴ്സിലാണ്, ട്രിവാൻഡ്രത്തും. സ്വാഭാവികമായിട്ടും റിമിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റാണ്. എന്താ കാരണം വെച്ചാൽ റിമി നേരത്തെ പല സിനിമകളിലൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് തലയെ കാണിച്ചെങ്കിൽ പോലും ഒരു മുഴുനീള നായികയായിട്ട് വലിയൊരു ബജറ്റ് സിനിമയിൽ ആദ്യമായിട്ടാണ് കാലെടുത്ത് വെക്കുന്നത്. അതെ, പക്ഷേ എന്ത് കാര്യവും റിസ്ക് ആണ്. അത് എടുക്കണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ. നമ്മൾ ചില കാര്യങ്ങളൊക്കെ അങ്ങ് എടുത്തു നോക്കുന്നു, അത്രേ ഉള്ളൂ. വരുന്നിടത്ത് വെച്ച് അയ്യോ, അത്രേ ഉള്ളൂ. ഇനി ഇത് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ എനിക്ക് എന്റെ ജോലി ഇല്ലാണ്ടാവുന്നില്ലല്ലോ. പാട്ടും വായിൽ നാക്കളുള്ളടത്തോളം അവതരിപ്പിക്കുകയും ചെയ്യാം. ഒന്നുകൂടെ പറഞ്ഞ പാട്ടും വായിൽ നാക്കടത്തോളം ആ നാവാണ് റിമീൻ. അല്ലെങ്കിൽ പണ്ടേ ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോയി. അതാണ് സിനിമ. പക്ഷേ റിമിക്ക് പറ്റുന്ന ഒരു പ്രൊഫഷനാണെന്ന് ആ സിനിമയായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞു. ഒരുപാട് പേര് പറഞ്ഞു. എന്താ കാരണം വെച്ചാൽ റിമിയെ പോഴ്ത്താൻ വേണ്ടി പറഞ്ഞല്ല. റിമിയുടെ ആദ്യത്തെ 2-3 പുസ്തകമൊക്കെ റിമിക്കൊരു മോറൽ ബൂസ്റ്റ് കിട്ടാൻ വേണ്ടി ചില ആൾക്കാർക്ക് പിന്നെ കൈമടക്കെല്ലാം കൂടി ചില ആൾക്കാരെ കൊണ്ട് കൈയടിപ്പിച്ചു. പാവം ചേട്ടന്മാരെ ക്യാമറയും പിടിക്കണം, അത് കഴിഞ്ഞാൽ കൈ അടിക്കണം, പിന്നെ സെറ്റ് ടേക്ക് ആക്ഷൻ പറ്റും, പിന്നെ മാറുന്നത് കൈ അടിക്കണം. അങ്ങനെയൊക്കെ സിനിമ എത്ര രൂപ പാടി കിട്ടിയ പൈസ കുറച്ച് ചിലവായോ? ഞാൻ ചോദിച്ചു അവർക്ക് എന്ത് ചെലവാണ് വേണ്ടതെന്ന് ചോദിച്ചു. ഇപ്പൊ സാധാരണ നമ്മുടെ ഒരു 30 മേലെയുള്ള ചേട്ടന്മാരോട് ചോദിച്ചാൽ അവർ കൊണ്ടൊരു ഡയറി മിൽക്കോ എക്ലേഴ്സോ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹാപ്പി ആവും. പകരം ഒരു ഫുള്ള് കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്തോരം ഹാപ്പി ആവും. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഏത് ബ്രാൻഡാ കൊടുത്തേ റിമി? അല്ല, ഞങ്ങൾ പൈസ ആയിട്ട് കൊടുത്തു. അവരെ ഇഷ്ടമുള്ള മേടിച്ച്. പക്ഷെ അത് മേടിക്കണമെന്ന് പറഞ്ഞു. അവരുടെ വീട്ടിലെ ചേച്ചിമാരൊക്കെ എന്നോട് ദേഷ്യം തോന്നരുത്. ഞാൻ പ്രത്യേക ചേട്ടന്മാരോട് പറഞ്ഞിരുന്നു, ഒരു നേരം മാത്രം. 25 പേർക്ക് ഒരു ഫുൾ ബോട്ടിൽ കൊണ്ട് എന്തോന്നാകാനായത്? 25 പേർക്കല്ല, ഞാൻ എത്ര ഫുൾ ബോട്ടിൽ കൊടുത്തു? ഞാൻ 10,000 രൂപ കൊടുത്തത്. അതിനുള്ള കൈയ്യടി കിട്ടി? കിട്ടി, തീർച്ചയായിട്ടും. ജയറാമിന്റെ പ്രതികരണം എന്തായിരുന്നു റിമിയുടെ ഒരു സാന്നിധ്യം കൊണ്ട്? ജയറാം എത്രയോ നടികളോട് അഭിനയിച്ചിട്ടുണ്ടാവും. ജയറാമേട്ടൻ അത് ജയറാമിനെ സാന്ത്വനിപ്പിച്ചു. ജയറാമേട്ട ഒന്ന് ക്ഷമിക്കണം, എന്തൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞു. മുൻകൂർ ജാമ്യം എടുത്തു. തീർച്ചയായിട്ടും എനിക്ക് അറിയത്തില്ല ചേട്ടാ. ഫോട്ടോഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം പബ്ലിസിറ്റിയെ കൊടുത്ത. പക്ഷെ ഇവർക്കൊക്കെ ഭയങ്കര വിശ്വാസം, ചെയ്യിപ്പിച്ചെടുക്കും, ഞങ്ങൾ ചെയ്യിപ്പിച്ചെടുത്തോളാം. അപ്പം നിങ്ങൾ അനുഭവിച്ചോ എന്ന് പറഞ്ഞു. അല്ലാണ്ട് നമ്മൾ എന്ത് പറയാനാ. അപ്പൊ ജയറാമേട്ടന് പ്രത്യേകിച്ച് ഫസ്റ്റ് സീനിന്റെ അകത്ത് മിസ്സസ് ജയദേവൻ എന്താ ഭ്രാന്തുണ്ടോ എന്ന് അപ്പുറത്തെ വീട്ടുകാർ വന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ജയറാമേട്ടൻ ഇവിടെ നിൽക്കുക, ഒരു വീട്ടിൽ നിൽക്കുക. അപ്പോ ഞാൻ അവരെ നോക്കി, ഭ്രാന്ത് തന്റെ ഭാര്യയ്ക്കാടോ? അത് ഏത് തരത്തിലുള്ള ഭ്രാന്താന്ന് താൻ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഇതാ ഞാൻ എന്റെ ഫസ്റ്റ് ഡയലോഗ് ആ സിനിമയിലെ. ഡയലോഗിന്റെ ആ ഒരു ഭാവ തീഷ്ണതയോടെ 2-3 പേര് വന്നിട്ട് നിങ്ങൾ ഒരാൾ ഒരു ക്വസ്റ്റ്യൻ അല്ല അവിടെ ഇരുന്ന് ചോദിച്ചാൽ മതി. മിസ്സസ് ജയദേവൻ എന്താ ഭ്രാന്തുണ്ടോ ചോദിക്കേ? ഭ്രാന്ത് തന്റെ ഭാര്യയ്ക്കാടോ? അത് ഏത് തരത്തിലുള്ള ഭ്രാന്ത് താൻ എന്നെ കൂടെ പറയിപ്പിക്കല്ലേ? യൂത്താ അവൻ ഞെട്ടിപ്പോയി കേട്ടോ. അവന് 2-3 ദിവസത്തേക്ക് വിട്ടില്ല. റിമി ടീം രാത്രി അവൻ പേടി സ്വപ്നം കണ്ടു. അയ്യോ റിമി 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 എന്ന് പറയുമ്പോൾ അല്ല, ഈ 20-25 വയസ്സുള്ള ഈ പിള്ളേർക്ക് ഒരു പക്ഷെ നമ്മള് പെൺകുട്ടികളെ ഇരുത്തിക്കൊണ്ട് തന്നെ പറയാം, ഇവര് ജീവൻ തരും ഭയങ്കരമായിട്ട്. ഇവര് വിശ്വസിച്ച് എന്ത് വേണേ പറയാം. ഇവര് നമ്മൾ എന്തെങ്കിലും തുറന്ന് പറഞ്ഞാൽ മനസ്സിൽ വെക്കും. ഇവരെ നമ്മൾ യൂത്തന്മാരെന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ മനസ്സ് ഇവര് ഭയങ്കര പാവാ. എന്ത് വിശ്വസിച്ച് പറയാം, നമുക്ക് എന്ത് ഹെൽപ്പും ചെയ്യാം. ജീവൻ കൊടുത്താൽ അവരിങ്ങോട്ട് ജീവൻ തരും. അതേപോലത്തെ ഒരു പ്രായമാണ്. റിമി എത്ര പേരുടെ ജീവൻ റിമി എടുത്തിട്ടുണ്ട്? റോയ്സേ കേക്കണ്ട, കട്ട് ചെയ്തു. ജയറാമേട്ടമ്മ നമസ്കാരം റിമി.
റിമിയെക്കുറിച്ച് അങ്ങനെ ഒരുപാട് ഞാൻ പറഞ്ഞ് ഇനി മലയാളികൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് മലയാളികളുടെ സ്വീകരണ മുറിയിലും സ്റ്റേജിലും അല്ലാതെയും ഉത്സവപ്പറമ്പിലും വിദേശ രാജ്യങ്ങളിലും വിദേശ മലയാളികളെല്ലാം റിമിയുടെ പ്രോഗ്രാം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ റിമി ഒരു ഗായിക അല്ലെങ്കിൽ അങ്ങനത്തെ ആ നിലയിൽ നിന്ന് മാറി ഒരു സിനിമ ഒരു ഹീറോയിനായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് ആദ്യ സിനിമയല്ല, ആദ്യൊരു സിനിമയിൽ അഭിനയിച്ചു, പക്ഷേ നായികയായിട്ട് ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. അത് എൻ്റെ കൂടെയായിരുന്നു. അങ്ങനെ സംഭവിച്ചു. ഇതിനകത്ത് ഞാൻ മറ്റൊന്നിലേക്കും കിടക്കുന്നില്ല. റിമി ലൊക്കേഷനിൽ വന്ന ശേഷം റിമി 100% ആ കഥാപാത്രം ആവാൻ വേണ്ടിയായിരുന്നോ അല്ല റിമിയുടെ ടെൻഷൻ കൊണ്ടായിരുന്നോ എന്താണെന്ന് എനിക്കറിയില്ല. പല സമയങ്ങളിലും അത് അനുഭവിക്കേണ്ടി വന്നത് ചുറ്റും നിന്ന് ഞങ്ങളൊക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് റിമി ചേട്ടാ വാ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ഒരു തുണിക്കടയിൽ വെച്ച് നമ്മൾ എടുത്ത സീനിൽ, ആ സീൻ കഴിഞ്ഞ ശേഷം ആ ഫുൾ നഖം കൊണ്ട് കീറിയ കുറേ പാട് എൻ്റെ കയ്യിൽ 2-3 ദിവസമൊക്കെ ഉണ്ടായിരുന്നു. നല്ല വേദനയുണ്ടായിരുന്നു. അതിനുശേഷം സിനിമയിൽ ആ സീൻ വന്നില്ല. പക്ഷേ ഒരു പാട്ടിൻ്റെ സീൻ നമ്മൾ രണ്ടുപേരും മുരുകൻ്റെ പോലത്തെ വേഷമൊക്കെ ഇട്ട് അവസാന ആ പാട്ടിൻ്റെ എൻഡിൽ ഒരു തുണി എടുത്ത് എൻ്റെ കഴുത്തിൽ ചുറ്റിയിട്ട് ഇങ്ങനെ അടുപ്പിച്ച് പിടിക്കണം. 2 റിഹേഴ്സൽ കഴിഞ്ഞപ്പോൾ എനിക്ക് അത്രയും തോന്നിയില്ല. മൂന്നാമത്തെ ഒന്ന് എൻ്റെ പൊക്കത്തിൽ കൂടുതലും റിമിക്ക് ചെരുപ്പിടാൻ പറ്റാത്ത സീനിലും എല്ലാം കൊണ്ടും ആ തുണി കഴുത്തിൽ മുറുകി. മിക്കവാറും ആ സീൻ കഴിയുമ്പോൾ ഞാൻ ചത്തേനെ ഉറപ്പായിട്ടും. റിമി ജയിലിലും പോയേനെ എന്നെ കൊന്ന കുറ്റത്തിന്. അപ്പോൾ പെട്ടെന്ന് ആ സമയത്ത് റിമി അങ്ങനെ ആ മാറിക്കൊണ്ടിരുന്നത് കഥാപാത്രമായി എങ്ങനെയെങ്കിലും നന്നായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണോ അല്ല ടെൻഷൻ കൊണ്ടായിരുന്നോ? യഥാർത്ഥത്തിൽ ജയറാമിനെ കൊല്ലാൻ ശ്രമിച്ചതാണോ? അയ്യോ, എന്തിനു ജയറാമേട്ടനെ ഞാൻ വാശി തീർത്തതാണോ? കൊല്ലാനാണെങ്കിൽ എത്രയോ പേരെ എനിക്ക് വേണേ കൊല്ലാം. ഓ, അങ്ങനെ കണക്കുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇല്ല ഏട്ടാ, ഒരിക്കലും ആരോടും. ചിലപ്പോ ജീവിതത്തിൽ മനുഷ്യരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം വരാം, വാക്കുതർക്കം ഉണ്ടാവാം, അല്ലെങ്കിൽ പിണക്കം തോന്നാം. പക്ഷെ എൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് നമ്മൾ ആ പിണക്കം, ഇപ്പൊ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു പോകാതിരിക്കട്ടെ നീ ആരോടെങ്കിലും പിണങ്ങിയാൽ എന്നാണ് ദൈവം പോലും പറഞ്ഞേക്കുന്നത്. കാരണം നാളെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഏത് സുവിശേഷം? അത് കറക്റ്റ് എനിക്ക് അധ്യായം ഏതെന്നറിയില്ല, പക്ഷെ പറഞ്ഞിട്ടുണ്ട് ദൈവം. ഏത് ബൈബിൾ കൊണ്ടുവന്ന? ബൈബിൾ കണ്ടാ കറക്റ്റ് ആയിട്ട് വന്ന കണ്ടാ? ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഇതാണ്ടാ ബൈബിളില് കണ്ടോ? ഓ, ഭയങ്കരമായി പോയി. അതെന്തോ ഒരു പണിക്ക് വേണ്ടി റെഡിയാക്കി വെച്ചല്ലാതെ ഒരു പണിയില്ല ഇവിടെ. എല്ലാ, അതായത് ഇവിടെ ആര് വന്നാലും ഇവിടെ എല്ലാ റിലീജിയസ് പുസ്തകങ്ങളും വെച്ചിട്ടുണ്ട്. നിന്റെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു പോകാതിരിക്കട്ടെ എന്നാണ് ദൈവം പറഞ്ഞേക്കുന്നത്.